നമസ്കാരം. സ്വാമി ശരണമയ്യപ്പ. വളരെ സംതൃപ്തമായ ഒരു മണ്ഡല മകര വിളക്ക് മഹോത്സവത്തിനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൃശ്ചികം 1 നട തുറന്നു. ഏതാണ്ട് 80,000 അടുത്ത് ഭക്തജനങ്ങൾ ഇന്നലെ ദർശനം പൂർത്തിയാക്കി സംതൃപ്തിയോടുകൂടി നട ഇറങ്ങി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലും 70,000 പരമാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് വന്നിരിക്കുന്നത്. ഇത്തവണ 80,000 നമ്മൾ പറഞ്ഞത്. അതിൽ 70,000 വെർച്വൽ ക്യൂ ബുക്കിംഗ് എന്നും പറഞ്ഞിരുന്നു. 10,000 തത്സമയ ബുക്കിങ്ങും പറഞ്ഞിരുന്നു. എന്തായാലും 3 എൻട്രി പോയിന്റുകളാണ്. 1 പീരുമേട്, 2 എരുമേലി, 3 പമ്പ. ഈ 3 എൻട്രി പോയിന്റിലും ആധാറിൻ്റെ കോപ്പിയുമായി വരുന്നവർ ആധാർ വാലിഡേറ്റ് ചെയ്ത് ഫോട്ടോ എടുത്ത് തത്സമയ ബുക്കിങ്ങുമായി ബന്ധപ്പെട്ടും പോകുന്നുണ്ട്. അപ്പം 70,000 പിന്നെ ഈ തത്സമയ ബുക്കിങ്ങും എല്ലാം കൂടി ചേർത്ത് ഏതാണ്ട് തന്നെ 80,000 80,000-ത്തിലധികവും ഒക്കെ തന്നെയായി ഇവിടെ ഭക്തജനങ്ങൾ വന്നു പോകുന്നുണ്ട്. വളരെ സംതൃപ്തിയോടുകൂടി ശാന്തമായ ഒരു അന്തരീക്ഷത്തിലാണ് മണ്ഡല മകരവിളക്ക് മഹോത്സവം നടന്നു പോകുന്നത് എന്ന് കാണുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ വലിയ സന്തോഷമുണ്ട്. ഇത് ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. ഇത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ 2-3 മീറ്റിങ്ങുകൾ, അവലോകന യോഗങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ വിളിച്ചു കൂട്ടി. ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവനും മറ്റ് വകുപ്പ് മന്ത്രിമാരും എല്ലാവരും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രതിനിധികളും ഒക്കെ കൂടിയായിട്ട് ഒട്ടനവധി വിലയിരുത്തൽ യോഗങ്ങൾ, ഒട്ടനവധി ഊർജിതമായ പ്രവർത്തനങ്ങൾ, ഒരു കൂട്ടായ്മയുടെ വിജയമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. ഇതിങ്ങനെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകണം. അതാണ് ഇനി വേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനം, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമൊക്കെ നമുക്ക് ഓരോ ദിവസവും നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പുതുതായി ഒട്ടനവധി സംവിധാനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട ചെറിയ ചെറിയ പിഴവുകൾ പോലും അത് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നതായിരുന്നു ഞങ്ങൾ എടുത്ത സമീപനം. അതിൻ്റെ ഭാഗമായിട്ടാണ് പാർക്കിംഗ് വലിയ പ്രശ്നമായിരുന്നു. ഈ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് നിലയ്ക്കലായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നിലയ്ക്കലാണല്ലോ ഇതിൻ്റെ ഒരു ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത്. അവിടെ 7,500-8,000 വാഹനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിവിടെ ഇപ്പോൾ നമ്മളൊരു 2,000 താൽക്കാലിക പാർക്കിംഗ് കൂടി ഒരുക്കി. പുതുതായി വന്നത് കോടതിയുടെ ഒരു പെർമിഷനാണ്. അതുകൂടി നമുക്കൊരു 1,500-2,000 വാഹനങ്ങൾ ഇവിടേക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫാസ്റ്റാഗോടുകൂടി തന്നെയാണ്. ഫാസ്റ്റാഗ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏർപ്പെടുത്തിയ ഒരു സംവിധാനമായിരുന്നു. വലിയ വിജയമായി മാറി. അതുകൊണ്ടാണ് വീണ്ടും ഫാസ്റ്റാഗിലേക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടൊരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പമ്പയിൽ വരി നിൽക്കുന്ന ഭക്തർക്ക് വന്ന ബുദ്ധിമുട്ടുകളായിരുന്നു. അതിനൊരു വലിയ വിജയമായി. ഇന്ന് പമ്പയിൽ വന്നിറങ്ങുന്ന ആളുകളുടെ മനസ്സങ്ങ് സത്യത്തിൽ ഭക്തരുടെ മനസ്സുകളുടെ കുളിർക്കുകയാണ്. നമ്മൾ ഒരുക്കിയിരിക്കുന്ന ജർമ്മൻ പന്തൽ അത് വലിയ ഹിറ്റായി മാറിയിരിക്കുന്നു. അത് ഒരു 22,000 സ്ക്വയർ ഫീറ്റാണത്. അതിലേതാണ്ട് ഒരു 3,000-ത്തിലധികം ഭക്തജനങ്ങൾക്ക് വിരിവെച്ച് സന്തോഷത്തോടെ കിടക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ ദേവസ്വം ബോർഡ് അധികാരി എന്നുള്ള നിലയിൽ, ദേവസ്വം ബോർഡിൻ്റെ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ നടപ്പന്തലായാലും ശരി തന്നെ ഒരു 4,000 പേർക്കെങ്കിലും കൃത്യമായി വെയിൽ കൊള്ളാതെ നിൽക്കാൻ പറ്റുന്ന നടപ്പന്തൽ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആവശ്യത്തിലധികം പിന്നെ വെള്ളം കൊടുക്കുവാനുള്ള സംവിധാനങ്ങൾ, ലഘുഭക്ഷണം കൊടുക്കുവാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മുകളിലോട്ട് വരുമ്പോൾ കണ്ടത് ഈ ജ്യോതിനഗറിലും ഈ നടപ്പന്തലിലുമുള്ള ചില സമയങ്ങളിൽ ഈ കുടിവെള്ളം കിട്ടുവാനുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു. അതിങ്ങനെ ഒരു വലിയ തിരക്ക് വരുമ്പോഴാണ് ആ ഒരു പ്രശ്നം. കുടിവെള്ളം ഇല്ലാത്തത് കൊണ്ടല്ല, കൊടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ പരിഹാരമായി തന്നെ കിയോസ്കുകൾ നടപ്പന്തലായാലും പിന്നെ ബാരിക്കേഡിലായാലും നേരിട്ട് തന്നെ കിയോസ്കുകൾ ഫിക്സ് ചെയ്തുകൊണ്ട് അവർക്ക് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് തിരക്ക് വലുതായിട്ട് വർദ്ധിക്കുന്ന സമയത്ത് അരവണ നിയന്ത്രിച്ചു കൊടുക്കേണ്ടിയിരുന്നു. ഈ അരവണയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദം എന്ന് പറഞ്ഞാൽ കളപ്പവും നെയ്യും പിന്നെ അരവണയും. അപ്പോൾ അരവണയുടെ കാര്യത്തിൽ ഞങ്ങൾ ഏപ്രിൽ മാസം മുതൽ ഞങ്ങളൊരു ഹോംവർക്ക് തുടങ്ങി. അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഈ ബഫർ സ്റ്റോക്ക് ഉൽപ്പാദനമുണ്ട്. അരവണ ബഫർ സ്റ്റോക്കായി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം ക്യാനും ശർക്കരയും നമുക്ക് ചെറിയ പ്രതിസന്ധി വന്നു. അങ്ങനെയാണത് നമുക്ക് അരവണയുടെ നിയന്ത്രിച്ചു കൊടുക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഞങ്ങൾ ഒക്ടോബർ 18 തന്നെ ബഫർ സ്റ്റോക്ക് തുടങ്ങി ഈ അരവണയുടെ. അപ്പോൾ ഇപ്പോൾ വൃശ്ചികം 1 ഇന്നലെ ആയപ്പോൾ 40,129 ടിൻ അരവണ നമുക്ക് ബഫർ സ്റ്റോക്കാക്കി വയ്ക്കാൻ സാധിച്ചു. അതൊരു വലിയ വിജയമാണ്. അത് ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിൽ ഞങ്ങളൊരു ഒരു കരുതൽ ഞങ്ങൾക്ക് സംരക്ഷിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു വേളയിലും അരവണയുടെ കാര്യത്തിൽ പ്രതിസന്ധി ഉണ്ടാകില്ല എന്ന് ഞങ്ങൾ കരുതുന്നു. പിന്നെ അപ്പത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് 1,50,000 1,00,000 കവറാണ് ഇവിടെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത്. അത് അത്രയേ തന്നെ പോവുള്ളൂ. ക്രൗഡ് മാനേജ്മെൻറ്റ് ഇവിടെ സുരക്ഷിതമായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ്. ഇന്നലെ രാവിലെ മുതൽ
ഇന്നലെ രാവിലെ അല്ല, മിനിഞ്ഞാന്ന് 5 മണി മുതൽ വളരെ സ്മൂത്തായിട്ടാണ് ഇവിടെ ദർശനം. നടപ്പന്തൽ കണ്ടാൽ നമുക്ക് തോന്നുന്നത് ഇവിടേക്ക് ഭക്തജനങ്ങൾ വരുന്നില്ല എന്നാണ്. പക്ഷേ വരാത്തതുകൊണ്ടല്ല, വളരെ സ്മൂത്തായി ദർശനം സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം പോലീസിൻ്റെ ഒരു ഹോംവർക്കും പോലീസിൻ്റെ ഒരു മാനേജ്മെൻറ്റുമാണ്. പോലീസ് മാത്രമല്ല, 20ലധികം ഡിപ്പാർട്ട്മെൻറ്റുകൾ അവർ വളരെ സംയോജിതമായി ഒരുമിച്ച് ഒന്നായി ഒറ്റക്കെട്ടായി നിൽക്കുന്നതിൻ്റെ ഫലമാണ് ഇവിടെ ഒരു സുഖ സമൃദ്ധിയിൽ ഒരു സംതൃപ്തിയോടുകൂടി ഭക്തജനങ്ങൾ മലയിറങ്ങി പോകുന്നത്. അത് തുടർന്നും കൊണ്ടുപോകുവാനുള്ള പരിശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.